Hi today's welcome back to Market Waves. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് നിഫ്റ്റി തന്നെ പതിവ് പോലെ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഒരു 55 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരുന്നത്. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റന്റ് സോൺ, ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോൺ എന്ന ലെവലിൽ 22,592 എന്ന ലെവലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഓപ്പണിംഗ് തന്നതിന് ശേഷം ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുക്കുമ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ ഫസ്റ്റ് ട്രേഡിംഗ് ലെവൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഈ ലെവലിൽ നിന്നും ഒരു എൻട്രി ആണ് ഞാൻ എടുത്തിരുന്നത്. അതിനുശേഷം വീണ്ടും ഈ ലെവൽ വരുമ്പോൾ വീണ്ടും ചാനലിൽ ഞാൻ ട്രേഡിംഗ് ലെവൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വൺ സൈഡ് മൂവ് തന്നെയാണ് കിട്ടിയത്, ഗ്രാജുവലായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലെവൽ ഞാൻ വീണ്ടും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നു. എന്നാൽ എനിക്ക് ഈ ലെവലിൽ തന്നെ 22,680 ലെവലിൽ എനിക്ക് ട്രേഡ് എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമാന്യം നല്ല പ്രോഫിറ്റ് ആണ്. വൺ സൈഡ് തന്നെയായിരുന്നു, വളരെ സ്ലോ ആയിട്ടാണ് അപ്പോഴ് പോയത് എന്ന് മാത്രം. എന്നാൽ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിക്കുകയും ഇത് വിജിലൻ്റായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് ശേഷവും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എങ്കിലും അത് ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലുകളല്ലാതിരുന്നുകൊണ്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും തന്നെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളെ ഇന്നത്തെ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 22,697 എന്ന ഇന്നത്തെ ഉയരം തന്നെയാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,633 എന്ന ലെവൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തെടുത്ത് തന്നെ ഒരു കണ്ടിന്യൂവേഷൻ മൂവ്മെന്റ് എന്ന ലെവലിലാണ് ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് അതൊരു അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാതെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വാങ്ങി അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് 22,718, 734, 811 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 811 നാളെ ലഭിച്ചോളണമെന്നില്ല. എങ്കിലും ഈ ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ടാർഗറ്റുകൾ 734, 760, 70 എന്ന ലെവലുകളിലോട്ടൊക്കെ ടാർഗറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള അതായത് ഈ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 22,633 എന്ന ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ എത്രയോ അതിന് താഴെ വരെയാണ്. എങ്കിൽ അത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ വീണ്ടും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യപ്പെട്ടേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സപ്പോർട്ട് സോണുകളാണ് നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ. അപ്പോൾ അവ നിങ്ങൾ കാണാമെന്ന് വരുന്നു. 22,606, 22,569, 22,529, 22,468 എന്നിങ്ങനെയാണ്. 468ഒക്കെ നല്ല സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. ഈ ലെവലിൽ കൂടുതൽ 22,500 എന്ന ലെവലിൽ കൂടുതൽ താഴോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തന്നെ തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾക്കും ഇത് പഠനാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൂടി ഞാൻ തീർച്ചയായും എന്നാൽ സാധ്യമാകും വിധം അവയ്ക്ക് മറുപടി തരുന്നതാണ്. അഥവാ ചെറിയ മറുപടികൾ കൊണ്ട് സാധ്യമാകുന്നതാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുന്നതാണ്. വിശദമായി സംസാരിക്കേണ്ടതാണെങ്കിൽ വാട്സപ്പ് ചാനലിൽ തന്നെ അവയ്ക്ക് മറുപടി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഇന്നേക്ക് വേണ്ടി നമ്മൾ തയ്യാർ ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാനും സെൻസെക്സിന്റെ പ്ലാനും എല്ലാം നല്ല വ്യക്തമായി നമ്മളുടെ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളെ ടെസ്റ്റ് ചെയ്ത് വളരെ വൃത്തിയായ ട്രേഡുകൾ തരാൻ ഗുണപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ നാളേക്ക് വേണ്ടി ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ എന്നത് 48,718 എന്ന ലെവലാണ്. അതുപോലെ തന്നെ 48,497 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഏരിയയിൽ നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 48,718 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുമെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 48,775, 48,841, 48,910, 49,245 എന്നിങ്ങനെയാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 48,497 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 48,421, 48,355, 48,260 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി സെൻസെക്സിൽ എന്തായിരുന്നു നമ്മുടെ നാളത്തെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് നോക്കാം. സെൻസെക്സും നമ്മൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന കൃത്യമായ ലെവലുകളിലൂടെയാണ് ഇന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. നല്ല ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. സ്ഥിരമായി സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് നിഫ്റ്റിയുടെ നമ്മൾ ട്രേഡ് ചെയ്തിരുന്ന അതേ ലെവലിൽ തന്നെ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. കൃത്യമായ ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സിനും 74,872 എന്ന ലെവൽ അതാണ് നാളെ ലഭിച്ചേക്കാവുന്ന ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 74,659 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് അത് അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ 74,659 എന്ന ഈ സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ക്ലോസ് ആയാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആഴ്ച ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 75,040, 75,100, 75,164 എന്നീ ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 74,659 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 74,567, 74,505, 74,410 എന്നീ ലെവലുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് വളരെ വേഗത്തിൽ ലെവലുകൾ മാത്രം പറഞ്ഞു പോകുന്നത്. ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളെ ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.